ശരിക്കും നടന്ന സംഭവം. ഇനി ബീച്ചേട്ടൻ്റെതായിട്ടുള്ള ഒരു മിനിറ്റ്, ഇതിപ്പം പഠിച്ചു വന്നാണോ മധുര നൊമ്പരക്കാറ്റ്, മഴ, അതൊക്കെ എനിക്ക് തോന്നുന്നു സംയുക്ത കല്യാണത്തിന് മുമ്പാണ്. അതുകൊണ്ടാണ് സിനിമാറ്റിക് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾ സിനിമാറ്റിക് ആക്കിയിട്ടില്ല, ആ നടന്ന സംഭവത്തിൽ ഞങ്ങൾ സിനിമയാക്കി. അല്ലേ, ഞാനും വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ സത്യസന്ധ അല്ലാണ്ട് പിന്നെ കുഴപ്പം നമ്മളാ. ഈ കഥാപാത്രം മാതാപിതാ ഗൂഗിൾ ദൈവം എന്നുള്ള സാധനം ഇനി മറ്റുള്ള വീടുകളിലും പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതല്ലേ നീ ഇവിടെ ഇരിക്കുന്നെ. ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു കാര്യം, ഞാൻ നിന്നോടൊരു നന്ദി പറഞ്ഞു. ഈ ഈദ് ദിവസം നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. താങ്ക് യു. അമ്മയാണ് നടന്ന സംഭവമായിട്ട് എന്നൊരു പൊതുവൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ പേര് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം. ഒരു ഫാമിലിക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സിനിമയെന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. നമ്മൾ കേട്ട് ഒരു വില്ലയിലൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. വിചേട്ടാ പറയൂ ഈ സിനിമയെക്കുറിച്ച് തന്നെ. അല്ല, നടന്ന സംഭവം എന്ന എൻ്റെ പേര് പോലെ തന്നെ ഇതൊരു നടന്ന സംഭവമാണ്. ആക്ച്വലി ഒരു പോഷ് കോളനിയിലേക്ക്, പല ആൾക്കാർ താമസിക്കുന്ന ഒരു പോഷ് കോളനിയിലേക്ക് പുതുതായിട്ടൊരു ഫാമിലി വരികയും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന രസകരമായ സംഭവം ഒരു ഏരിയയിൽ അത് അവരുടെ കയ്യിൽ നിൽക്കാതെ വരുന്നപ്പോൾ കുറച്ചുകൂടെ വലുതാവുന്നു. ആ ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് ആ സംഭവം എന്താണെന്ന് പറയാൻ പറ്റാത്ത പറയാൻ പറ്റില്ല, സംഭവമായത് സിനിമ കണ്ട് തന്നെ തീരുമാനിക്കണം. തീർച്ചയായും. എനിക്ക് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു കൗതുകം. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുകയാണ്. നിങ്ങളുടെ സിനിമകളൊക്കെ പ്രേക്ഷകരിക്കാൻ നമ്മൾ പിരിഞ്ഞില്ല. ഇല്ല, സിനിമകൾ കുറേയായി ഇപ്പം കണ്ടത്. നിങ്ങൾ ഒന്നിച്ചുള്ള സിനിമകൾ കണ്ട് കുറേയായി. അതും ഒരു വലിയ കൗതുകമാണ് പ്രേക്ഷകർക്ക്. അത് ഇത്തരം ഒരു ഫാമിലി സബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഒന്നിക്കുമ്പോഴാണ് വീണ്ടും പ്രേക്ഷകർക്ക് ആകാംക്ഷ വരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ സുരാജ് ചേട്ടാ? ഒരിക്കലും തെറ്റില്ല. ഈ അയലത്തെ അദ്ദേഹം പോലുള്ള സിനിമകൾ, നമുക്ക് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഒരുപാട് കൊതിച്ചിരിക്കുന്ന സമയമാണ്. എന്ന് വെച്ചാൽ അത്രയും ഹ്യൂമർ കഥാപാത്രം. ഇപ്പോൾ എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വൈഫിനോട് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ മോശമായിട്ട് ഒരാൾ പെരുമാറി, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ച് ഫോണിലൂടെ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അതേ ഞാൻ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും നടന്ന സംഭവം. ഇനി ബീച്ചേട്ടൻ്റെതായിട്ടുള്ള ഒരു മിനിറ്റ്, ഇതിപ്പം പഠിച്ചു വന്നാണോ പറയാൻ വേണ്ടി വന്നാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ ചേട്ടാ? അല്ല, അതിലൊരു ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാം അതിൽ. കാരണം വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ആണും പെണ്ണുമായിട്ട് സംസാരിക്കുന്നത് ഇയാൾ സംശയിക്കുന്ന രീതിയിൽ തന്നെ ആവണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല, അതാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ്. സമൂഹത്തിൽ നടന്നു പോകുന്ന സമൂഹത്തിൽ നടക്കുന്നതാണ്, എല്ലായിടത്തും നടക്കുന്നതാണ്, എല്ലായിടത്തും നടക്കുക. അത് തന്നെയാണ് സിനിമയിൽ കയറുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കാം, സിനിമാറ്റിക് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾ സിനിമാറ്റിക് ആക്കിയിട്ടില്ല, ആ നടന്ന സംഭവത്തിൽ ഞങ്ങൾ സിനിമയാക്കി. വേറൊന്നും ആക്കിയിട്ടില്ല അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് വന്ന് ചേർന്ന സുഹൃത്താണ് ഇദ്ദേഹം. ഇവരെല്ലാം കോളനിവാസികളാണ് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുവാണ്. എവിടെന്നോ വന്ന് താമസക്കാരൻ വന്നു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടാകുന്ന സംഭവത്തിൽ താങ്കളുടെ ഒരു ഇടപെടൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പോലീസിൻ്റെ അടുത്ത് പോയി പറയുന്ന സംഭവമൊക്കെ ജോണി ഞാൻ അടിമേടിക്കണ കണ്ട് കൂടുതൽ അടിയൊക്കെ സിനിമയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ലേ, ഞാനും വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ സത്യസന്ധ അല്ലാണ്ട് കുഴപ്പം നമ്മളാ. ഈ കഥാപാത്രം എനിക്ക് തോന്നുന്നത് ആണ്. അപ്പൊ എനിക്ക് അത് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാനവിടെ ചെയ്യുന്നത് ആ പടത്തിൽ. അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ശരി വശത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ അല്ലേ? അപ്പം സുരാജും അതെ, ശ്രുതി അതെ, ശരിപക്ഷത്ത്. പാവം നമ്മുടെ ചേട്ടനെ മാത്രം. എല്ലാവർക്കും അവരവരുടെ ശരികളാണല്ലോ. അതെ അതെ, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. പിന്നെ യാഥാർത്ഥ്യം അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ. എനിക്ക് ട്രെയിലറിൽ നിന്ന് കുറച്ച് തിരിച്ചറിവുണ്ടായിട്ടോ. നിങ്ങൾ സത്യസന്ധമായി നിൽക്കുന്നതുകൊണ്ട് ആ തൃശ്ശൂർ പൂരത്തിന് ഉപ്പും ചാക്കും പോയി ചുമന്നുകൊണ്ടിരിക്കുന്ന ആ ഡയലോഗ് വന്നപ്പോൾ എനിക്ക് കുറച്ച് തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടി. അത് മാത്രമേ കിട്ടിയുള്ളൂ. അത് മാത്രം അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടി. നല്ല സത്യസന്ധനായ ആളാന്ന് എനിക്ക് അതിനകത്ത് കിട്ടിയാട്ടോ.
ഒരു ഡയലോഗാണ് എഴുതി ചേർത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്രയോ ഡയലോഗ് ഉണ്ട്. അപ്പോൾ ആരും സത്യസന്ധനൊന്നും അല്ല. സിനിമ കണ്ടിട്ട് ഞങ്ങൾ പറയാം ആരൊക്കെയാണ് നീതിയായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ സിനിമ കണ്ടിട്ട് പറയാം. ഇത്തരം സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു ഫാമിലി സബ്ജക്റ്റുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ബിച്ചേട്ടൻ ഒത്തിരി കഥകൾ ചെയ്ത് ഫാമിലി സബ്ജക്റ്റ് പോയിട്ടുണ്ട്. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പം ഇത് സുരാജാണ്, നിങ്ങൾ രണ്ടുമാണ് കോമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബിച്ചേട്ടൻ ആദ്യം ഓടിയെത്തിയ ഒരു ഓർമ്മകളുണ്ടാകും. പഴയ ഫാമിലി സിനിമകളിൽ ഏതായിരിക്കും ഓടിയെത്തിയിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് നടന്ന സംഭവം, അതായത് അതിനെ കുറച്ചും കൂടെ മറ്റേ ഉണ്ടാക്കുന്ന കഥകളല്ലേ, ഇത് നടന്നൊരു സംഭവത്തിനെ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ജെന്യുവിനിറ്റി ഉണ്ടല്ലോ. പിന്നെ സോക്കോട് ആൾക്കാർക്ക് വലിയ ഡ്രാമയും കാര്യങ്ങളും ഒക്കെ കണ്ട് ഓൾമോസ്റ്റ് മടുത്തു തുടങ്ങിയ സമയത്താണ് നമ്മൾ റിയലിസ്റ്റിക് ആൻഡ് അല്ലെങ്കിൽ ഹോംലി ആയിട്ടുള്ള അങ്ങനത്തെ സിനിമകൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് വന്ന കഥയാണ് നമുക്ക് രസകരമായിട്ട് ആൾക്കാർക്ക് ഈ 2-2.5 മണിക്കൂർ ആസ്വദിച്ച് കണ്ടിരിക്കാവുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ആ രീതിയിൽ ഫാമിലിക്ക് കാണാവുന്ന രസകരമായിട്ടുള്ളൊരു സിനിമ, വലിയ എക്സാഗ്രേഷൻസോ വലിയൊരു മാസ് സാധനങ്ങളോ അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ വളരെ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ജോലിക്ക് പോകാതെ നടുവേദന ഉള്ളത് കൊണ്ട് തന്നെ ആയിരുന്നു. അയാളുടെ ജോലി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് സിനിമ എന്താണ് ഷിപ്പി എല്ലാം കൃത്യമായിട്ട് സിനിമ കണ്ട് മനസ്സിലാവും. നടുവേദന ഉള്ള ആളാണോ? അയാൾ 3 മാസം കൂടുമ്പോൾ ലീവിന് വരാൻ പറ്റുന്ന ഒരാളാണ് ഷിപ്പി എന്ന് പറഞ്ഞത്. അതൊരു വരവാണ് സുരാജിന്റെ ജീവിതത്തിലേക്ക്. അത് ഞാൻ പറഞ്ഞത് സിനിമ കണ്ട് പറയേണ്ട ഇതൊന്നും അതിലേക്ക് പോകാനും പറ്റില്ല എന്നാൽ എല്ലാം മനസ്സിലാക്കുന്ന രീതിക്ക് ട്രെയിലർ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എന്തൊക്കെ അതെ, നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. കാരണം ഒരു ഇൻസിഡന്റ് അല്ലേ അതിനെ ബേസ് ചെയ്ത്. അപ്പോൾ ആ ഇൻസിഡന്റ് നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ത്രില്ലാണ്. തീർച്ചയായിട്ടും നഷ്ടപ്പെടും. ഒരുപാട് പേരുണ്ട്. ജോണി ചേട്ടൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇഷ്യൂസ് എല്ലാം ചെന്ന് പറയുന്ന പുള്ളിയോടാണ്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടേതായ തീരുമാനമുണ്ട്. അത് സിനിമ കാണുമ്പോൾ അറിയാം. പിന്നെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് എൻ്റെ പേരായിട്ട് ലിജോ മോളുണ്ട്. അങ്ങനെ വേറെ ഒരുപാട് പേരുണ്ട്. ഇദ്ദേഹമുണ്ട്. ലാലുവിന്റെ വേഷം നമ്മൾ സിനിമയിൽ കാണുന്നത് ട്രെയിലർ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. എല്ലാം നമുക്ക് ട്രെയിലറിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് പല ആളുകളും പോകുന്നത്. ഈ നമ്മൾ ഈ ഒരു ട്രെയിലറിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഫാമിലി സബ്ജക്റ്റുകൾ നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ഒരു വരവ് നമ്മൾ പല ടൈപ്പ് സബ്ജക്റ്റുകൾ വിജയിക്കുന്ന കാലഘട്ടം. ഇപ്പം നിങ്ങൾ രണ്ടുപേരും സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രഷർ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. ഓർമ്മപ്പെടുത്തുന്നു. തിരിച്ച് ഒരു കൺഗ്രാജുലേഷൻ. അല്ല, രണ്ടുപേരും സിനിമ ഞാൻ ഇതാ പറഞ്ഞത്, എല്ലാ സിനിമകളും പ്രഷർ ഇഷ്ടപ്പെടുന്നു. പ്രഷർ ഭയങ്കര ജഡ്ജ്മെന്റ് ഇപ്പം കൃത്യമാണ്. അത്തരമൊരു സിനിമ ഫാമിലി സബ്ജക്റ്റുകൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലി സബ്ജക്റ്റുകളുടെ വരവ് കുറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല. അത്തരമൊരു ഫാമിലി സബ്ജക്റ്റുകൾ നിന്നു പോകുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ സുരാജിന്? ഇല്ല, അങ്ങനെയുള്ള സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം അതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നല്ല നല്ല റൈറ്റേഴ്സ് ഉണ്ട്, സംവിധായകരുണ്ട്. പുതിയ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ മിക്ക സിനിമകളും ഫാമിലി സബ്ജക്റ്റ് ഉണ്ട്, ഫുൾ കോമഡി ഉണ്ട്. അപ്പോൾ അത് നിൽക്കില്ല, അത് വരും. അത് നിന്നിട്ടില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. സിനിമയുടെ കാലഘട്ടം പോലെ വന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു, നിങ്ങൾ എവിടെയും പോയിട്ടില്ല, വീണ്ടും ഒന്നിക്കുന്നു, ഇനി വീണ്ടും പോയി തന്നെ വീണ്ടും ഒന്നിക്കുന്നു പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷ തരുന്ന സംഭവമാണ്. അത് ഇത്തരം ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ കൂടുതൽ ഫാമിലി എത്തുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ലൊക്കേഷനുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? ലൊക്കേഷനിൽ ബീച്ചേട്ടന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, അതായത് ആ സിനിമയിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങൾ ബീച്ചേട്ടൻ അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം. നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല, അവിടെ തന്നെ ഇരിക്കും. ഇത്രയും മനോഹരമായിട്ടുള്ള എൻ്റർടൈനർ വേറെ ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ ഇതേപോലെ റൂമിൽ 5 പേരാണ് 6 പേരാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷനിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. അതാ. പിന്നെന്താ, ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുമ്പോ പ്രണയം ഇത്രയും മനോഹരമായ രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന മറ്റൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. കാരണം മധുര നൊമ്പരക്കാറ്റ്, മഴ,
അതൊക്കെ എനിക്ക് തോന്നുന്നു സംയുക്ത കല്യാണത്തിന് മുമ്പാണ്, അതുകൊണ്ടാണ്. കാര്യം എൻ്റെ സുഹൃത്തുക്കളെ, സ്ത്രീ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ബീച്ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പലരും ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്കങ്ങനെ കാണുമ്പോഴേ എനിക്ക് സംസാരിക്കാൻ, എനിക്ക് ആ പ്രണയം അങ്ങനെ സീരിയസ്ലി അത് കറക്റ്റാണ്. കറക്റ്റ്. ആ ബീച്ചേട്ടൻ അവിടെ നിന്ന് മാറി ഇപ്പോൾ എല്ലാത്തരം കഥ, കോമഡി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമാണ് അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഒരു അയലത്തെ അദ്ദേഹം പോലുള്ള ഒരു സിനിമ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ തീർച്ചയായിട്ടും വെറൈറ്റി സംഭവങ്ങൾ ചെയ്ത് ബിച്ചോട്ടൻ ഇത് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പുതുമ നോക്കുമല്ലോ. ഒരു സിനിമ ആൾക്കാർക്ക് ക്ലീഷയാവാതെ ബോറടിപ്പിക്കാതെ കൊണ്ടുവരാൻ നമ്മൾ ഓരോ സിനിമയും ശ്രമിക്കുക. അത്തരത്തിലൊരു സിനിമ തന്നെയാണ് നടന്ന സംഭവം. നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഡിഫറെൻറ്റ് സിനിമയായിരിക്കും. പിന്നെ നമുക്ക് സന്തോഷം തരുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്യുമ്പോൾ അവിടുത്തെ സെറ്റിലുള്ളവരൊക്കെ സംസാരിക്കാൻ എന്താണ് മലയാള സിനിമയുടെ പോക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. മറ്റു ഭാഷക്കാർ സംസാരിക്കുന്നത് അവർ പറയും എന്ത് രസമുള്ള ഡിഫറെൻറ്റ് സബ്ജക്ട്സാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കഥകളാണ്, എന്ത് രസമായിട്ട് നിങ്ങളത് പിക്ചറൈസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളാണെങ്കിലും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ളതും തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആവുന്നതും മലയാളികൾ മാത്രമല്ലാതെ തമിഴ് ആൾക്കാരും തെലുങ്ക് ആൾക്കാരും എല്ലാം വാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മലയാള സിനിമ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസാണ് അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് വളരെ സന്തോഷം തരുന്നത്. അപ്പോൾ നമ്മളോരോ സിനിമകൾ ചെയ്യുന്നതും പുതുമ പരീക്ഷിക്കാൻ നമുക്ക് കൂടുതൽ പറ്റുന്ന സ്ഥലം കേരളം തന്നെയാണ്. ആ രീതിയിൽ നമുക്ക് ഡിഫറെൻ്റ് ആക്കാൻ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും. മറ്റേ അത്രയൊരു മാസ് സാധനങ്ങൾ മാത്രമല്ലാതെ കേരളത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും പരീക്ഷിക്കാവുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബിച്ചോട്ടെ ഇപ്പോൾ തമിഴ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തലവൻ്റെ ഇൻ്റർവ്യൂ നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ ആ സിനിമ ഇവിടെയൊക്കെ ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയല്ല മറ്റേത് ലാംഗ്വേജിൽ ഇപ്പോൾ മലയാള സിനിമ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം മലയാള സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. പിന്നീട് ഇപ്പോൾ പറഞ്ഞ വന്ന സിനിമകളെല്ലാം ഹിറ്റടിക്കുന്ന സിനിമകൾ, നമുക്ക് ഹിറ്റുകൾ തരുന്ന സിനിമകൾ അങ്ങോട്ട് എടുക്കുകയാണ് അവർ. നമ്മളെ പ്രേക്ഷകരെ പോലെ അവിടുത്തെ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകരല്ല, മറ്റു ഭാഷയിലെ പ്രേക്ഷകർ നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അത്തരമൊരു സ്വീകാര്യത നേരത്തെ മലയാളി പ്രേക്ഷകർ തമിഴ് മറ്റു ഭാഷാ സിനിമയ്ക്ക് കേരളത്തിൽ കൊടുത്തിരുന്നു. അതാണ് നമുക്കിപ്പോൾ തിരിച്ചിടുന്നത്. ആദ്യം നമ്മളാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം നമ്മളാണ് കൊടുത്തിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഭാഷാ സിനിമകളും മലയാളി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഒരു വൈവിധ്യം തന്നെയാണ് കഥകളിൽ, നമ്മുടെ മേക്കിങ്ങിലൊക്കെയുള്ള വൈവിധ്യം. കാരണം അവരൊരു ബഡ്ജറ്റിലൊന്നും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. വലിയ ക്യാൻവാസ് ആലോചിക്കാം, വലിയ ഗ്രാൻഡിയർ സിനിമാസ് ആലോചിക്കാം. അവരുടെ ബഡ്ജറ്റും കളക്ടിങ് ഏരിയയൊക്കെ വളരെ വലുതാണ്. നമ്മുടെ സിനിമയുടെ ഇട്ടാവട്ടത്ത് നിന്നിട്ട് നമ്മൾ ഇത്രയും ക്രിയേറ്റിവിറ്റി നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കും അതൊരു ഉണർവല്ല. ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ കഥകൾ കണ്ടെത്തുന്നു, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ രീതിയിൽ എല്ലാ പടങ്ങളും നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതിലെ കഥാപാത്രം ഞാൻ നേരത്തെ പോലെ ആ വീട്ടിൽ ആ അയൽവാസി, ആ ഗ്രാമവാസി തന്നെയാണ്. ഇതിലെല്ലാ കാര്യത്തിലും ഇടപെടുന്നു. സുരാജ് ചേട്ടൻ്റെ കൂടെ നിൽക്കും, ഇവിടെ നിൽക്കും. പക്ഷേ ഇവിടെ ഇച്ചിരി എതിരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ട്രെയിലർ ഇനി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അടി കൊടുക്കുന്ന ഡയലോഗ് കൊണ്ട് അടി മേടിക്കുന്ന സീനൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇത്തരം ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്രാമത്തിലെ ഒരു ഗ്രാമവാസിയാണ് അല്ലേ, അല്ലെങ്കിൽ ആ വില്ലയിൽ ഒരു വില്ല ആ എല്ലാം നോക്കി നടക്കുക. അവിടെയാണ് ഒരു പുതിയ കുടുംബം വന്നിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് രസകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അവിടെ കൊണ്ട് സിറ്റുവേഷൻ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ ഓരോ സീൻ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തെടുത്താൽ ഏതായിരിക്കും എപ്പോഴും മെമ്മറിയിൽ നിൽക്കുന്നത്? അത് ബീച്ചേട്ടനും ഞങ്ങള് സുരേഷിന്റെ അല്ല ഇവന് കാര്യമായിട്ട് ചെയ്യേണ്ടിയും വന്നു. അല്ല അതിനകത്ത് ഞാൻ മാത്രമല്ല, അങ്ങനെ ഞങ്ങൾ അയൽവക്കാർ കുറേ പേരുണ്ട് പടത്തിൽ. പിന്നെ ഞാൻ കൂടുതലും സുരേഷിന്റെ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കൂടുതലും ഈ പടത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ എല്ലാ സ്ഥലത്തും ഉള്ളൊരു എല്ലാവർക്കും മനസ്സിലാകുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങൾ. അതിനകത്തൊരു കഥാപാത്രം ഉണ്ട്, അത് നമ്മുടെ ഇവിടെ ഉണ്ട്. അത് വില്ലയിലും ആയാലും അത് ഇനി ഗ്രാമത്തിലായാലും എല്ലായിടത്തും എവിടെയായാലും കുഴപ്പം പിടിച്ച ക്യാരക്ടറാണ്. അതാണ് സിനിമ നമ്മളതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പോലെ എത്ര സിനിമകളായി? കുറച്ചധികം പോയി. അല്ല എനിക്കറിയാം, നിങ്ങൾ കുറെ എത്രയോ സിനിമകളായിട്ട് എല്ലാം നല്ല വ്യത്യസ്ത വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സംവിധാനം ടോവിനോടെ വെച്ചൊരു സിനിമ ചെയ്തതിന് ശേഷമുള്ള അടുത്ത സിനിമ മർഡോണ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. സംവിധാനത്തെക്കുറിച്ച് ഈ സംവിധാനത്തിൻ്റെ ഒരു ടാലൻറ്റ്, നമ്മൾ എല്ലാവരും ശ്രമിക്കുന്ന സംവിധാനത്തിൻ്റെ ടാലൻറ്റ് അതെങ്ങനെയാണ് സുരാജ് വിലയിരുത്തിയത്? ആ സിനിമ വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എഴുതിയതിൻ്റെ മേളിൽ അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മഡോണ അത് ഞാൻ കണ്ടതാണ്. പിന്നെ എന്താ
നല്ല മനുഷ്യനാണ്, നല്ല സുഹൃത്താണ്. എവിടെ 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 ഉണ്ടല്ലോ. ഇവിടെ കാണുമല്ലോ, എവിടെയും കാണുമല്ലോ. പക്ഷേ ഓരോ സംവിധായകൻ്റെ കയ്യിൽ തന്നെയാണല്ലോ നമ്മൾ അഭിനയിക്കണം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് സംവിധാനം തീരുമാനിച്ചു. നമ്മൾ അതിന് കൂടുതൽ കൊടുക്കുമ്പോഴാണ് സംവിധാനം ഒന്ന് ഹാപ്പി ആവുന്നത്. അങ്ങനെയൊക്കെ ഈ സിനിമയിൽ നിങ്ങളുള്ള കോമ്പോയിൽ ഒത്തിരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ സബ്ജക്റ്റിൽ. പിന്നെ വിഷ്ണു നമ്മുടെ അടുത്ത് ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ വിഷ്ണു അതിനെപ്പറ്റി പഠിച്ച് ഉറപ്പാക്കിയിട്ടാണല്ലോ നമ്മുടെ അടുത്ത് വന്ന് പ്രസൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും പിന്നെ ഈ സബ്ജക്റ്റിന് ഒരുപാട് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനൊക്കെയുള്ള സ്പേസ് ഉള്ള സബ്ജക്റ്റാണ്. കാരണം അതൊരു എഴുതിയൊരു ചട്ടക്കൂട്ടിലല്ല, നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഏരിയ തന്നെ മാറിപ്പോവും. അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ഓർഡറിലും പിന്നെ വളർന്ന് ഈ കഥയും കഥാപാത്രങ്ങളും വളരുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന മറ്റുള്ളത് നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ. നമ്മൾ ഹ്യൂമർ കിട്ടുന്നതൊന്നും മിസ് ചെയ്തിട്ടുമില്ല, എന്ന ഇതിൻ്റെ കണ്ടൻറ്റുകൾ പോവാതെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആക്ച്വലി ഒരു ടീം വർക്കാണ്. വിഷ്ണുവാണ് ഹെഡ് ചെയ്യുന്നത്, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. രസകരമായിട്ട് തന്നെ. എനിക്ക് ഈ സിനിമയിൽ നിന്ന് ട്രെയിലർ കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾക്ക് കുടുംബമായിട്ട് ജീവിക്കണം ആ മാതാപിത ഗൂഗിൾ ദൈവം എന്നുള്ള സാധനം ഇനി മറ്റുള്ള വീടുകളിലും പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടാ. അതല്ലേ നീ ഇവിടെ ഇരിക്കുന്നത്. അല്ലേ ആ ഒരു ഡയലോഗ് അതിപ്പോൾ നമ്മൾ ഫാക്റ്റ് അല്ലേ, അത് ഫാക്റ്റ് അല്ലേ. ഇപ്പോൾ കുട്ടികൾ എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും ഈസി വേ ഓഫ് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ അറിയാൻ പെട്ടെന്ന് ഗൂഗിളല്ലേ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ പേര് ആരാ മ്യൂസിക് ചെയ്ത് എടുക്കും, നേരെ സെർച്ച് ചെയ്യില്ല, കൂടുതൽ ആലോചിക്കണമെന്നില്ല. അപ്പോൾ ആ ഡയലോഗ് ഭയങ്കര കയ്യടി കിട്ടുന്ന ഡയലോഗാണ് കേട്ടോ. അല്ല അത് ഫാക്റ്റാണ്, ആക്ച്വലി റിയൽ ഫാക്റ്റാണ്. അല്ല അത് എനിക്ക് അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് 2 പ്രാവശ്യം മാതാപിതാ ഗൂഗിൾ ദൈവമേ ഇത് ഇനി വീട്ടിൽ പോകുമ്പോൾ ഇത് തന്നെയല്ലേ സെർച്ച് ചെയ്യുള്ളൂ, നമ്മുടെ ഫോൺ എടുത്തിട്ട് സെർച്ച് ചെയ്യാമല്ലോ ഇവൻ എവിടെയാണ് പോകുന്നത് എന്ന രീതിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാമിലി സബ്ജക്റ്റുകൾ എപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിനൊരു മാറ്റമില്ല, അതിലൊരു മാസ് വേണമെന്നൊന്നുമില്ല. ഡയലോഗുകൾ പറയുമ്പോഴാണ് ഫാമിലി സബ്ജക്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പ്രേക്ഷകരുടെ ആഴത്തിലെത്തുന്നത്. ഒരു കുടുംബ പ്രേക്ഷകൻ എന്ന നിലയിൽ ബീച്ചേട്ടൻ എന്നും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഏത് സിനിമ പറയാൻ പറ്റും? ബീച്ചേട്ടൻ ചെയ്തതല്ല. എനിക്ക് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കോമ്പിനേഷനിലുള്ള ഒരുപാട് സിനിമകൾ എനിക്കിഷ്ടമാണ്, ഇപ്പോഴും കാണാൻ ഇഷ്ടമാണ്. വളരെ ആസ്വദിച്ച് ഞാൻ കണ്ടുപിടിക്കുന്നത് കുടുംബ ചിത്രങ്ങൾ എടുത്തു പറയും, വളരെ ആസ്വദിച്ചാണ്. ഈ നമ്മുടെ ഈ സിനിമയാണെങ്കിലും വളരെ ലൈറ്റാണ്. പിന്നെ ഞങ്ങൾ കേട്ടപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു സിനിമയെ പറ്റി വന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഇത് ആൾക്കാർ കണ്ടു തന്നെയാണ് സിനിമയ്ക്ക്. നമ്മളെല്ലാവരും നല്ല സിനിമ നല്ല കഥ എന്ന രീതിയിൽ ഞങ്ങളുടെ ഏരിയ നമ്മൾ ചെയ്തിട്ട് ഇനി പ്രേക്ഷകനാണ് അതിൽ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അവരെ ബോറടിപ്പിച്ചിട്ടും കാര്യമില്ല. അതെ അതെ അതെ. അല്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും നല്ലതായതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും, ഞാൻ ഇതിനെയൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ട് പ്രൊമോഷൻ ഒന്നും പറയില്ല, നിങ്ങളിപ്പോൾ ഒരു പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ സിനിമയിലേക്ക് ഈ സിനിമ അത്രമാത്രം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസം കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും നമ്മൾ നല്ല സിനിമയാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ എല്ലാ സിനിമയും കമ്മിറ്റ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ചിലത് വർക്കാവില്ല, ചിലത് വർക്കാവില്ല. അതാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളൊരു ടീം അടങ്ങുന്ന ആൾക്കാർക്ക് ഈ സിനിമയിൽ വിശ്വാസം ഉണ്ടായി, അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്, പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ കൂടുതൽ ആധികാരികമായിട്ടിരുന്നതിനെ പറ്റി നമ്മൾ എക്സാം എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇനി പ്രേക്ഷകർ മാർക്കെടുത്ത് ആ മാർക്ക് നമുക്ക് എത്രമാത്രം ഫലം കാണുമെന്ന് കണ്ടറിയാം. 21-ാം തീയതി എന്ന് പറഞ്ഞാൽ ദിവസങ്ങളൊന്നുമില്ല, ബാക്കി നല്ലതായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നല്ല നടന്ന സംഭവമായിട്ട് വരണം, പിന്നീട് അവരുടെ മനസ്സിൽ ഈ സംഭവം ഓർത്തിരിക്കേണ്ട സബ്ജക്റ്റായിട്ട് വരണം. പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവിടെ നിന്ന് ഓടിയെത്തിയിരിക്കുകയാണ് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഈ സിനിമയുള്ള വിശ്വാസ്യതയാണ് ഞാൻ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ടും ചോദിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ, അതുകൊണ്ടല്ലോ ഓടിയെത്തി നമ്മൾ പ്രൊമോഷനായിട്ട് വന്നത്. ഈ നമ്മൾ ഇപ്പം ബീച്ചറിൻ്റെ കഥാപാത്രം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പുരുഷന്മാർക്ക് മാത്രം പോരെ സ്ത്രീകൾക്കും ഇത് ആയിക്കൂടെ എന്നൊരു ക്യാമ്പയിനൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലേ? ആ ക്യാമ്പയിൻ എങ്ങനെ കാണുന്നു? അത് ശരിയല്ല, സത്യമല്ലേ? അല്ല, ഞാൻ പറ്റും നമുക്കൊക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം കണ്ടു വളർന്നിട്ടുള്ള ഒന്നായിരിക്കും, പിന്നെ പോകെ പോകെ വർഷങ്ങൾ കഴിയും തോറും നമുക്കൊരു മാറ്റങ്ങളുണ്ടാകും. പല ആൾക്കാരിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ടാവും, പലതിൽ നിന്ന് നമുക്ക് അറിയാനുണ്ടാവും. ആ രീതിയിൽ പണ്ടൊക്കെ നമ്മളെല്ലാം മെയിൽ ഡോമിനേറ്റിംഗ്, ഫീമെയിൽസ് അടുക്കളയിൽ മാത്രം എന്നായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഷെയറിങ് ആയി. ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അവർക്കും ബെസ്റ്റ് ആവാം, കാരണം ഫ്രീഡം രണ്ട് പേരുണ്ട്. പണ്ടെല്ലാം വർക്ക് ചെയ്യാത്ത ആൾക്കാർ കുറച്ചും കൂടെ ഡിപ്പെൻഡൻ്റ് ആണ്, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കധികം വോയിസോ കാര്യങ്ങളോ സംസാരിക്കാനൊന്നും സമയവുമില്ല, അതിനുള്ള ധൈര്യവുമില്ലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, അവരും വർക്കിംഗ് ആണ്, അവർക്കും ആർഗ്യൂ ചെയ്യാനുണ്ടാവും, അവർക്കും പറയാൻ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പരസ്പരം കേട്ടുപോകുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും പഴയ ചിന്തയായിട്ടൊക്കെ വരുമ്പോഴാണ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. ആ പഴയ ചിന്താഗതി അങ്ങനെയല്ല എന്ന് ഇങ്ങോട്ട് നോക്കി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാൻ കഥാപരമായിട്ട് ചോദിച്ചത്. അതെ, അത്
ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുമില്ല. ഞാൻ തെറ്റിദ്ധരിച്ചില്ല. അല്ല, ഈ പറഞ്ഞൊരു പോയിന്റാണ് സുരാജ്. നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് പോകുന്നില്ല. നമ്മുടെ വ്യൂ പോയിന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇപ്പോൾ കാലഘട്ടം മാറിയിട്ടുണ്ട്. അങ്ങനെയല്ലേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലേ? ഒരു 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 പുതിയൊരു ഐഡിയ ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും 21-ാം തീയതി നടന്ന സംഭവം തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. എൻ്റെ എത്ര പാട്ടുകൾ ഇപ്പോൾ ഡയറക്ടറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഞാൻ ഇത് അങ്ങനെ പാട്ടുകൾ അങ്ങനെയായിട്ടുള്ള സിനിമ, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ പറയുന്ന കാര്യം. നടന്നൊരു സംഭവമാണ്. ആ സംഭവത്തിനെ ആൾക്കാർക്ക് രസകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെ അവിടെ RR ഉണ്ടാവും, മ്യൂസിക്കിൻ്റെ ടച്ച് ഉണ്ടാവും, പാട്ടായിട്ട് തോന്നിപ്പിക്കാം. പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ നടന്ന സംഭവമാണ്. കാരണം ഇതൊരു ദിവസം നടക്കുന്ന ഒരു ഇഷ്യൂയിലാണ് പോകുന്നത്. ഇതിലൊന്നും സത്യം ബിജുചേട്ടനെ തപ്പുന്നത് എന്താണെന്ന് പറയാം, ഇതിലൊന്നും പറയാനില്ല നമുക്ക്. അല്ല പറഞ്ഞല്ല അതിൻ്റെ അത് അല്ല, നമുക്ക് സിനിമ ഇരിക്കുമ്പോൾ ഈ സിനിമയെ കുറിച്ച് മാത്രം, പക്ഷേ ഈ സിനിമയെ കുറിച്ചൊന്നും ഇപ്പം നമുക്ക് പറയാനും പറ്റില്ല. കുഞ്ഞ് ഇൻസിഡൻ്റ് ആണ്, ഒരു ചെറിയ കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണ് പറയാത്തത്. പറയാതിരിക്കുന്നതാണ് നല്ലത്. സിനിമ തിയേറ്ററിൽ പോയി കാണുമല്ലോ പ്രേക്ഷകർ. അതാണ് ഒന്ന് പറയാം. എനിക്ക് പേരാണ് അതിനകത്ത് ഒരു നടന്ന സംഭവമാണ്. നടന്ന സംഭവം എന്ന് പറയുമ്പം അത് നടന്നതായിരിക്കുമല്ലോ. ആ സംഭവം നമ്മൾ എപ്പോഴും തമാശയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞത്, അമ്മയാണെങ്കിൽ നടന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സംഭവം പറയുന്നുള്ളൂ, അത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു വാക്കാണല്ലോ. അപ്പോൾ ഇത് സത്യസന്ധമായിട്ട് നടന്ന സംഭവമാണ്. ഒരു വില്ലയിൽ ഒരു ദിവസം നടന്ന സംഭവമാണ്. സത്യമായിട്ട് നടന്നിട്ടുള്ളൊരു കഥയാണ്, ഒരു സംഭവമാണ്. കഥയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളൊരു സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, രസകരമായിട്ടുള്ള സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഏരിയ കഴിഞ്ഞു, ഇനി പ്രേക്ഷകർക്ക് തരാണ് 21-ാം തീയതി. ആൾക്കാർക്ക് കാണുക, ആൾക്കാർക്ക് ഇഷ്ടമായെങ്കിൽ വളരെ സന്തോഷമായിട്ട് നമ്മുടെ അടുത്ത് പ്രതികരിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത് പ്രതികരിക്കാം. എന്തിനും നമ്മൾ തയ്യാറാണ്. ഇഷ്ടപ്പെടുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. 21-ാം തീയതി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഇതിനെ കൂടുതലൊന്നും ചോദിക്കാനില്ല. വന്നതേ എന്നോട് ബിജുചേട്ടനും സുരാജും പറഞ്ഞത് സിനിമ മാത്രം നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ പോകാനും പറ്റില്ല എന്നുള്ള. എന്താ അറിയോ, കഴിഞ്ഞൊരു പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരാഴ്ചയായിട്ടുണ്ട്. അതെ രണ്ടുപേരും അതെ. അപ്പോൾ നമുക്ക് കണ്ടന്റ് അല്ലേ നമുക്ക് പറയാനുള്ളത്. ഈ സിനിമയെ പറ്റി നമുക്ക് പറയാനുള്ള മാറ്ററാണ്. നമ്മുടെ ജോലികൾ ഇതല്ലേ, നമ്മളൊരു പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജോലി കഴിഞ്ഞു. നമ്മളൊരു സിനിമ ചെയ്യുന്നതും അത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്, സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ക്യാമ്പയിൻ തുടങ്ങണം, ഹസ്ബൻഡ് ബെസ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആ ക്യാമ്പയിനിൽ നിങ്ങളെല്ലാം പങ്കാളിയാണ്. അടുത്ത ദിവസം തന്നെ ആ വീഡിയോ പുറത്തു വിടുന്നതായിരിക്കും. അതിൽ എല്ലാവരും പങ്കാളികളാണ് എന്നും കൂടെ ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സുരേട്ടോ, ഗെറ്റപ്പ് പുതിയ സിനിമയുടെ അല്ലേ? കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഗെറ്റപ്പ് അല്ലായിരുന്നു, 2 ഗെറ്റപ്പാണ് ആ സിനിമയിൽ. അതൊന്ന് ചോദിച്ചിട്ടൊന്ന് പോകുന്നുണ്ട്. 2 ഗെറ്റപ്പ് അല്ലേ? ഇപ്പോൾ പാലക്കാടല്ലേ ഷൂട്ട് അല്ലേ? നിർമ്മാതാവും കൂടെയാണ് ആ സിനിമയുടെ. നിർമ്മാതാവും കൂടെ അതിൻ്റെ ഒരു താളത്തിലൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോഴും മനസ്സവിടെയാണ്. നിർമ്മാതാവല്ലേ, ലക്ഷ്മിയായിട്ട് കൈ കോർത്തേക്കല്ലേ? സൂപ്പറാകട്ടെ, എല്ലാ സിനിമകളും സൂപ്പറാകണം. നിർമ്മാണ രംഗത്തും ഇനിയും കൂടുതൽ സിനിമ നടക്കും. ഇനി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്കും കൂടെ ഒരു കാര്യം, ഞാൻ നിന്നോടൊരു നന്ദി പറഞ്ഞു. ഈ ഈദ് ദിവസം ഈ ഇന്റർവ്യൂവിന് വന്ന നിങ്ങളോട് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക്. താങ്ക് യു. ഞാൻ ഈ സിനിമ എടുക്കണമെന്ന് ആവശ്യമുണ്ട്. നമ്മൾ വരുന്ന നമ്മുടെ ജോലി, നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മളും കൂടെ വന്നു. ഒത്തിരി സന്തോഷം അതിനകത്ത്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. 21-ാം തീയതി റിലീസാണ്. ആദ്യ ഷോ കാണാൻ പറ്റുന്നത്, അടുത്ത ഷോ കാണാം. പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാവുന്ന ഷോയാണ്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഫാമിലിയായിട്ട് പോയി കണ്ട് മനസ്സ് നിറഞ്ഞ് 150 രൂപ മുടക്കിയെങ്കിൽ അത് 200 രൂപയുടെ ഗുണം ഉണ്ടാകുമെന്നും ഇവരിൽ നിന്നും എന്നിൽ നിന്നുള്ള സംസാരം നിങ്ങൾക്ക് മനസ്സിലാകാം. പക്ഷേ പൈസ നഷ്ടപ്പെടില്ല. അത്രയും നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ്. ഒത്തിരി സന്തോഷം 3 പേർക്കും. താങ്ക് യു. Thank you so much.